ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ വളരെ പെട്ടെന്ന് ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1ന്റെ എ എ ബാച്ചിലെ പേപ്പർ നോക്കാൻ പോവാണ്. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അധികം കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ലോജിക്കൽ റീസണിങ് വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളതും കൂടി ആഡ് ചെയ്ത് പോകുന്ന ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സെറ്റാണ്, ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വി ക്യാൻ ഈസിലി മൂവ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് പ്രൈമർലി എയിം ടു. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രൈമർലി എയിം. ഫസ്റ്റ് option, improve groundwater recharge, promote industrial growth, increase urban water supply, and expand irrigation subsidies. മൂന്നാമത്തെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. വാട്ടർഷെഡ് മാനേജ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. വാട്ടർഷെഡ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ആണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. വാട്ടർഷെഡ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരൊറ്റ ടേമേ അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ അവിടെ ഉള്ളൂ. നമുക്ക് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം അതല്ല, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അർബൻ വാട്ടർ സപ്ലൈ, അത് പ്രൈമറി എയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അർബൻ വാട്ടർ സപ്ലൈ ഒരു സെക്കൻഡറി എയിം മാത്രമാണ്. വാട്ടർ സപ്ലൈയിൽ ഏത് വാട്ടർ സപ്ലൈ അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമുണ്ട്. എക്സ്പാൻഡ് ഇറിഗേഷൻ സബ്സിഡീസ്. ഇറിഗേഷൻ സബ്സിഡീസ് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. അപ്പം അതുമല്ല. ഒരൊറ്റ ആൻസർ മാത്രമേ പ്രൈവറ്റ് ഇവിടെ കൂടുതൽ നമുക്ക് ഇതിന്റെ ഒപ്പം വരുന്നുള്ളൂ. ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആൻഡ് സോയിൽ കൺസർവേഷൻ. അടുത്തെന്ന് പറയുന്നത് വിച്ച് ഫീച്ചർ ഡിസ്റ്റിംഗ്വിഷസ് സോഷ്യൽ സെക്യൂരിറ്റി ഫ്രം സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടേമും സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് സ്കീംസ് എല്ലാം തന്നെ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി ആണ്, സോഷ്യൽ വെൽഫെയർ ആണ്. നമ്മൾ പെൻഷൻ കൊടുക്കുന്നതാവട്ടെ, വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നതാവട്ടെ, അതെല്ലാം കോമൺലി വരുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എവിടെയാ വരുന്നത്? നമുക്ക് ജോലി കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് പെൻഷൻ തരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് തരുന്നുണ്ട്. അതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റിയിലാണ് വരുന്നത്. സോ ബോത്ത് ആർ ഹാവിങ് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ശരിയാണോ? ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് രണ്ടിനും ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ് രണ്ടും. അങ്ങനെയാണോ? അല്ല. ഇറ്റ് ഈസ് എ ലീഗൽ എൻടൈറ്റിൽമെന്റ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ ഓർ സ്റ്റാറ്റസ്. അതായത് അതൊരു ലീഗൽ എൻടൈറ്റ്മെന്റ് ആണ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ ഓർ സ്റ്റാറ്റസ്. സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ വെൽഫെയറിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന കാര്യം അതാണ്. ടെമ്പററി അസിസ്റ്റൻസ് മാത്രമാണോ സോഷ്യൽ സെക്യൂരിറ്റി? അങ്ങനെയും അല്ല. നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന സാലറി ടെമ്പററി അസിസ്റ്റൻസ് ആണോ? അല്ല. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വൈ ഡീസെൻട്രലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എഫക്റ്റീവ് റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഡീസെൻട്രലൈസേഷൻ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന് എഫക്റ്റീവ്ലി ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്തിനാ ഡീസെൻട്രലൈസേഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നു? ഇറ്റ് റെഡ്യൂസസ് ബഡ്ജറ്റ് അലോക്കേഷൻ. ഇതൊരു നെഗറ്റീവ് കൊണറ്റേഷൻ ആണ്. ബഡ്ജറ്റ് അലോക്കേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ ഒരു നെഗറ്റീവ് കൊണറ്റേഷൻ ആയതുകൊണ്ട് നമുക്കത് പൂർണ്ണമായും ഒഴിവാക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് ലോക്കൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്ലാനിങ്. ഇത് പോസിബിൾ ആകാവുന്ന ഒരു ആൻസർ ആണ്. ഇറ്റ് എയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ്. ഇറ്റ് ലിമിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ്. എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ലിമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ് നന്നായിട്ടുണ്ട്. ഇറ്റ് അവോയ്ഡ്സ് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി. അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാവുന്നതാണ്. അപ്പം ഓപ്ഷൻ ബി മാത്രമേ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഇറ്റ് ഇംപ്രൂവ്സ് ലോക്കൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്ലാനിങ്. And which principle underlying labor legislation most directly supports ഫെയർ വർക്കിംഗ് കണ്ടീഷൻ? ഫെയർ വർക്കിംഗ് കണ്ടീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ലെജിസ്ലേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അണ്ടർലൈങ് ഇതിനകത്ത് ഫ്രീഡം ഓഫ് കോൺട്രാക്ട് വിത്തൗട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. വിത്തൗട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ അവിടെ തന്നെ എന്തോ ഒരു പ്രശ്നമല്ലേ? നമുക്കത് വേണ്ട. നമുക്കെല്ലാം തന്നെ സ്റ്റേറ്റ് ഇന്റർവെൻഷനോട് കൂടി ചെയ്താൽ മതി. അപ്പൊ വിത്തൗട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ നമ്മൾ ഒഴിവാക്കുവാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം അൺഈക്വൽ ബാർഗൈനിങ് പവർ. It can be a positive. It can be because it's a positive statement. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതൊരു ആൻസർ ആവാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ഡീറെഗുലേഷൻ ഓഫ് ലേബർ മാർക്കറ്റ്. അത് ശരിയാവോ? ഇല്ല. ഒരു അരാജകത്വം ഉണ്ടാവും. അരാജകത്വം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡീറെഗുലേഷൻ ഒരിക്കലും ശരിയായ കാര്യമല്ല. അതുപോലെ നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ജനറിക് ടേംസ് ആയിട്ടുള്ള ജനറലി, മോസ്റ്റ്ലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആൻസേഴ്സ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. പക്ഷെ എവ്രിതിങ് ഈസ് ഡൺ ഓർ അല്ലെങ്കിൽ നമുക്ക് എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ജിയോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും
എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പം എല്ലാം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നോർമലി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ നാലാമത്തെ ഓപ്ഷൻ പ്രൈവറ്റൈസേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം, അത് ശരിയാകുമോ? നമുക്ക് എപ്പോഴും ഒരു സ്റ്റേറ്റ് ഉണ്ടായിട്ട് പോകുന്നതല്ലേ ശരി ഒരു ഇതാവുന്നത്. അപ്പം ഇതിൽ ശരിയാവാൻ സാധ്യതയുള്ള ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അതേതാണ്? ബി ആണ്. അപ്പൊ അത് ശരിയാണ്. ഇനി അഞ്ചാമത്തത്, വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ഇൻക്ലൂസീവ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇത് ഏതാണ് ഏറ്റവും നന്നായിട്ട് കാണിക്കുന്നത്? അത് ചോദിച്ചിരിക്കുന്നത് GDP, എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം, എക്കണോമിക്, ഫിസിക്കൽ ഡെഫിസിറ്റ്, എക്കണോമിക് മെഷർ ആണ്. അതിൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പം ഏതാണ് ആൻസർ? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ഈ സ്കൂൾ ന്യൂട്രീഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസസ് പൾസസ് ആൻഡ് എഗ്സ് ടു റെഡ്യൂസ് ട്രെൻഡിങ് ഇൻ ചിൽഡ്രൻ. ഇറ്റ് മെയിൻലി ഇംപ്രൂവ്സ്. ഇതിലിപ്പം ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, ഉണ്ണിമുകുന്ദനെയൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇത് മെയിൻലി ഇംപ്രൂവ്സ് പ്രോട്ടീൻ അവൈലബിലിറ്റി. ഇന്ന് ഒരുപാട് പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന ഘടകമായിട്ട് വരുന്നത് എഗ് ആണ്. വീഗൻ പ്രോട്ടീൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് പൾസസ് ആണ്. സോ പ്രോട്ടീൻ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ അരി അല്ലെങ്കിൽ ഷുഗർ പോലുള്ള സാധനങ്ങളിലാണ് വരുന്നത്. ടോക്സിസിറ്റി, നമ്മൾ കുട്ടികൾക്ക് എന്തിനാ ടോക്സിസിറ്റി കൊടുക്കുന്നത്? അതുമില്ല. വാട്ടർ ബാലൻസ് വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവിടെ ബാക്കിയുള്ളത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടീൻ അവൈലബിലിറ്റി മാത്രം നമുക്ക് നോക്കേണ്ടിയുള്ളൂ. അടുത്തത്, ദ സാറ്റലൈറ്റ് ഇമേജറി ഈസ് യൂസ്ഡ് ടു മോണിറ്റർ പാഡി കൾട്ടിവേഷൻ അക്രോസ് സീസൺസ് ഇൻ കേരള. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണ്, ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. സാറ്റലൈറ്റ് ഇമേജറി എന്ന് എടുത്തു പറയുന്നുണ്ട്. സാറ്റലൈറ്റ് ഇമേജറി, ഈ സാറ്റലൈറ്റ് ഇമേജറി മാച്ച് ആയി പോകുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് ഇമേജറി മാച്ച് ആവും. റിയൽ ടൈം ഫീൽഡ് ഇൻസ്പെക്ഷൻ, സാറ്റലൈറ്റ് ഇമേജറി മാച്ച് ആവോ? നമ്മൾ ഗ്രൗണ്ടിൽ പോകുക എന്നാണ് പറയുന്നത്, ഇല്ല. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആൻഡ് അസസ്മെന്റ് ഓവർ അഗ്രികൾച്ചർ ലാൻഡ്സ്കേപ്സ് ആൻഡ് രണ്ടും സിയും ഡിയും അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് ആയിട്ടാണ്, ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടല്ല. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏതാ? എ, റിമോട്ട് സെൻസിങ് ഓഫ് ഫോർ റിസോഴ്സ് മോണിറ്ററിംഗ് എന്നൊരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, a hill village replaces diesel generators with micro hydro system. Which is the most direct benefit? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇൻക്രീസ് ഇൻ കാർബൺ എമിഷൻ ഉണ്ടോ? ഇല്ല. ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് ഫ്യൂവൽ വരുമോ? ഒരിക്കലും ഇല്ല. ഒരു ഡീസൽ മാറ്റുവാണ് ചെയ്യുന്നത്. റിഡക്ഷൻ ഇൻ ദ എയർ പൊല്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ആൻസർ ആണ്. റെഡ്യൂസ് റെയിൻഫോൾ, ഹൈഡ്രോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റെയിൻഫോൾ കുറയോ? ഒരിക്കലും ഇല്ല. ഇതിൽ ഒരൊറ്റ പോസിബിൾ ആൻസറേ ഉള്ളൂ, അതേതാണ്? സി മാത്രമാണ് ആ പോസിബിൾ ആൻസർ. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, എ നാച്ചുറൽ ഫോറസ്റ്റ് ഈസ് റിപ്ലേസ്ഡ് വിത്ത് എ സിംഗിൾ സ്പീഷീസ് പ്ലാന്റേഷൻ ആൻഡ് പെസ്റ്റ് അറ്റാക്ക് ഇൻക്രീസ് വിത്തിൻ 2 years. This most likely the reason is എന്താണ് കോ റീസൺ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ്, ഡിസ്റപ്ഷൻ ഓഫ് നാച്ചുറൽ പ്രെഡേറ്റർ പ്രേ ബാലൻസ്, ശരിയായിരിക്കും അല്ലെ? അത് സംഭവിച്ചിട്ടുണ്ടാവാം. റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതും സംഭവിച്ചിട്ടുണ്ടാവാം. ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ്, ഇതും സംഭവിച്ചിട്ടുണ്ടാവാം. ഡിക്ലൈൻ ഇൻ എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി കമ്പയർഡ് വിത്ത് നാച്ചുറൽ ഫോറസ്റ്റ്. 4 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. മോസ്റ്റ് ലൈക്ലി റീസൺ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ കോ റീസൺ ആണ് നമ്മൾ പോവേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ കാര്യം. ഇതിന്റെ ഏറ്റവും കോ റീസൺ ഇത് തന്നെയാണ്, റെഡ്യൂസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഏറ്റവും കോ റീസൺ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്തത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ഡ്യൂ ടു ജനറ്റിക് ആൻഡ് യൂണിഫോമിറ്റി ഓഫ് ക്രോപ്സ്, അത് ഡിസ്റപ്ഷൻ ഓഫ് നാച്ചുറൽ പ്രെഡേറ്റർ പ്രേ ബാലൻസിലേക്കും അത് പിന്നീട് ഡിക്ലൈൻ ഇൻ എക്കോസിസ്റ്റത്തിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കോ റീസൺ എന്താണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇല്ലാണ്ടായതാണ്. ഇനി ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, the nano coatings on medical implants reduce bacterial infection mainly because they release heat continuously. നമ്മുടെ ശരീരത്തിനകത്തിരുന്ന ഒരു നാനോ കോട്ടിംഗ് സാധനം ഹീറ്റ് കണ്ടിന്യൂസ് റിലീസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് പോസിബിളി ഓപ്ഷൻ അല്ല. ഇന്ററാക്ട് വിത്ത് മൈക്രോബ്സ് ആൻഡ് മോളിക്കുലർ സ്റ്റേറ്റ്, എന്തായിരിക്കാം? സാധ്യതയുണ്ട്, മോളിക്കുലർ സ്കെയിലായിട്ടുള്ളവരായിട്ട് ഇന്ററാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്.
ഇൻക്രീസ് ഇൻ ഇംപ്ലാന്റ് സൈസ്. ഇംപ്ലാന്റ് സൈസ് വലുതായാൽ നമുക്ക് ശരിയാവോ? നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയാണോ അങ്ങനെയുള്ള സൈസുകളിൽ നമുക്ക് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളൊക്കെ ഒരു കാലില്ലാതെ പോയ ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ കേൾവി നഷ്ടപ്പെട്ടു പോയ ഒരാള്, ചെവിയുടെ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തിരി വലുതായിരിക്കില്ല. അല്ലെങ്കിൽ കാലെന്ന് പറയുന്നത്, നമ്മൾ എക്സ്ട്രാ വെക്കുന്ന കാലെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ മറ്റേ കാലിന്റെ അതേ സൈസിലായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന കാലം എങ്ങനെയാണോ അതേ സൈസിലായിരിക്കും. ഒരിക്കലും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കില്ല. ഇത് ഞാൻ പുറത്തുള്ള അവയവങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ വെക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നാനോ ആയിട്ടുള്ള സൈസിലുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. പിന്നെ റെഡ്യൂസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരിക്കലും ശരിയായി വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ ഇതിലും ഒരൊറ്റ ആൻസറേ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ബി, ഇന്ററാക്ട് വിത്ത് മൈക്രോബ്സ് അറ്റ് മോളിക്കുലർ സ്റ്റേറ്റ്, മോളിക്കുലർ സ്കെയിൽ. അപ്പോ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലേക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. കണ്ടിന്യൂസ്ലി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസും ഇതേ രീതിയിൽ അനലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ ഈ 6-ാം തീയതിക്ക് മുന്നേ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിടാം. ഇതേ രീതിയിലായിരിക്കും നമ്മുടെ അവസാനത്തെ phase 3 വരാൻ പോകുന്നത്. phase 3-യിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഇവിടെ നിന്ന് കിട്ടും. താങ്ക് യു.